ഭാഗങ്ങളിലുമൊക്കെ എത്തിച്ചേരുന്നു. ഫെബ്രുവരി 13-ാം തീയതി വ്യാപാര മേഖല ഇന്ന് അനുഭവിക്കുന്ന നിരവധിയായ കഴിയാത്ത സാഹചര്യത്തിൽ ജനാധിപത്യ അവകാശം, ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനത്തിന്റെ മേന്മ മുറുകെ പിടിച്ചുകൊണ്ടാണ് യൂണിയൻ ജാക്കിന്റെ പതാകയ്ക്ക് പകരം ഇന്ത്യയുടെ ദേശാഭിമാനത്തിന്റെ മൂർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചത്. കോഴിക്കോട് കപ്പാട് കടൽ ബീച്ചിൽ വാസ്കോഡി ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് പട വന്നത് കുരുമുളക് കച്ചവടത്തിനായിരുന്നു. ആ കുരുമുളക് കച്ചവടത്തിൽ തുടങ്ങിയിട്ടാണ് നാട്ടുരാജാക്കന്മാരെ തമ്മിലടിപ്പിച്ച് നാട്ടുരാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത് ചുങ്കം പിരിക്കാനുള്ള അധികാരത്തിലേക്ക് വന്ന് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരം സ്വന്തമാക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സൂര്യൻ അസ്തമിക്കാത്ത ആ സാമ്രാജ്യത്വത്തിന്റെ ഇന്നലകളെ നമുക്ക് വിസ്മരിക്കാനാവില്ല. അന്ന് പായ്ക്കപ്പലിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് വൈദേശികാധിപത്യം കപ്പാട് കടൽ ബീച്ചിൽ നങ്കൂരം ഉറപ്പിച്ചതെങ്കിൽ ഇന്ന് വാൾമാർട്ടും ടെസ്കോയും കാരിഫറും എല്ലാം വരാൻ പോകുന്നത് ജനാധിപത്യ അവകാശത്തിന്റെ നിറകുടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വാൾമാർട്ടും ടെസ്കോയും എല്ലാം ഇങ്ങോട്ട് വരുന്നത് പായ്ക്കപ്പലിന് പകരം സാറ്റലൈറ്റിന്റെയും ഉപഗ്രഹത്തിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ്.